ഹലോ കൂട്ടുകാരെ, രുചിത്തട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു അടിപൊളി 4 മണി പലഹാരമായാലോ? വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു 4 മണി പലഹാരമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. വളരെ ടേസ്റ്റി ആയൊരു റെസിപ്പിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് 2 കപ്പ് അളവിൽ സാബൂനി അരിയാണ് എടുത്തിട്ടുള്ളത്. വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സമയം. അതിനുശേഷം വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയത് 1, അതുപോലെ തന്നെ ഉപ്പ്, മല്ലിച്ചപ്പ്, മുളക് പൊടി, കുറച്ച് നാരങ്ങ നീരും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് 2 കപ്പ് അളവിൽ സാബൂനരി എടുത്തത് ഒരു കുറച്ച് സമയം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായി. അതിലേക്ക് നമ്മൾ പുഴുങ്ങി പൊടിച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് തന്നെ ഒരു വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈകൊണ്ട് തന്നെ കുഴക്കാൻ നോക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു അരമണിക്കൂർ സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അരമണിക്കൂർ സമയം കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എരിവ് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ആവാം. മുളക് പൊടിക്ക് പകരം പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എല്ലാ ഭാഗത്തും എല്ലാ രീതിയിലും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഒരു ഉരുളകളാക്കി എടുക്കാം. ഈ ഉരുളകളാക്കി എടുക്കുന്ന സമയത്ത് ഇതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആ സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല. എൻ്റേത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചൂടായ എണ്ണയിലേക്ക് ഓരോന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയമായതിന് ശേഷം പാത്രം മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു 5 പീസാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് മറിച്ചിടാനും ഒക്കെ വേണ്ടിയിട്ടാണ്, പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് കാണാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്ര കുറച്ചിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കരുത്, ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കട്ടോ. അടിപൊളി റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.